അയർലൻഡിലേക്ക് നഴ്സുമാർക്കുള്ള റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. സോ വേക്കൻസി വന്നിരിക്കുന്നത് പീഡിയാട്രിക്സിലാണ് കേട്ടോ. പീഡിയാട്രിക്സ് ആൻഡ് ചൈൽഡ് നഴ്സിംഗ് ജോബ്സ്. നഴ്സിംഗിൽ തന്നെ നോക്കിയാൽ ഈ പറയുന്ന ഏരിയാസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുക. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ്. അതായത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അയർലൻഡിലേക്ക് നഴ്സുമാർക്കുള്ള റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇതിന്റെ റിക്രൂട്ട്മെന്റ് ആയിട്ട് നമുക്ക് വേറെ ബന്ധം ഒന്നുമില്ല കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് അറിയുന്നത് അത് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, അത് കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി പ്രോസസ്സ് ഒക്കെ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. അല്ലാതെ നമുക്ക് ഇതിൽ വേറെ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. നോക്കിക്കേ, എസ്പെഷ്യലി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് പീഡിയാട്രിക്സിലാണ് കേട്ടോ. പീഡിയാട്രിക്സ് ആൻഡ് ചൈൽഡ് നഴ്സിംഗ് ജോബ്സ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ CPL വെബ്സൈറ്റ് വഴി കേട്ടോ. CPL എന്ന് പറഞ്ഞാൽ അറിയാം, അയർലൻഡിലേക്ക് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അയർലൻഡിൽ തന്നെ ഉള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ്. സോ അതുവഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. നോക്കിക്കേ, ഈ കാണുന്ന പോലെ പീഡിയാട്രിക് ആൻഡ് ചൈൽഡ് നഴ്സിംഗ് ജോബ്സ് ആണ് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത്. ഇപ്പം ഈ ആഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 22 ഒക്ടോബർ ആണ്. സാലറി നോക്കിയാൽ ഇയർലി സാലറി ഏകദേശം 37,288 യൂറോസ് ആണ്. അപ്പം ഇയർലി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 38 lakhs ഒക്കെ ഇയർലി ഉണ്ടാകും കേട്ടോ. അത് ജോബ് ടൈപ്പ് പെർമനന്റ് ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പീഡിയാട്രിക് നഴ്സസിന് വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. സോ പീഡിയാട്രിക് നഴ്സിംഗിൽ തന്നെ നോക്കിയാൽ ഈ പറയുന്ന ഏരിയാസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുക. ലൈക്ക് നോക്കിയാൽ ഓങ്കോളജി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓർത്തോപെഡിക്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ ആൻഡ് നെഫ്രോളജി കേട്ടോ. ഈ ഏരിയാസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇപ്പോൾ അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് കാൻഡിഡേറ്റ്സിന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. അതുകൂടാതെ നമ്മുടെ IELTS അല്ലെങ്കിൽ OETയുടെ സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. കൂടാതെ മിനിമം 2 years എക്സ്പീരിയൻസ് കേട്ടോ. മിനിമം 2 years എക്സ്പീരിയൻസ് ഉണ്ടാകണം ഈ പറഞ്ഞിരിക്കുന്ന ക്ലിനിക്കൽ ഏരിയാസിൽ. അതുകൂടാതെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പീഡിയാട്രിക് സെറ്റിംഗിൽ കേട്ടോ, പീഡിയാട്രിക് നഴ്സിംഗ് സെറ്റിംഗിൽ തന്നെയാകണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, CPL വഴിയാണ് അല്ലെങ്കിൽ CPL വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ CPL വെബ്സൈറ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നോക്കി അതിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം ഈ അപ്ലൈ നൗ എന്ന ബട്ടൺ കൊടുക്കുക കേട്ടോ. അപ്ലൈ നൗ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും അത് ഓപ്പൺ ആയി പോവുക. നോക്കിക്കേ, ഈ ഒരു വിൻഡോയിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് പോവുക. അപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നെയിം കൊടുക്കുക, നെക്സ്റ്റ് ലാസ്റ്റ് നെയിം കൊടുക്കുക, വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. ആർ യു ലീഗലി എലിജിബിൾ ടു വർക്ക് ഇൻ കൺട്രി വെയർ ദിസ് ജോബ് ഈസ് ലൊക്കേറ്റഡ്. അതായത് അയർലൻഡിൽ നിങ്ങൾക്ക് ലീഗലി വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണോ എന്നുള്ളതാണ് ചോദിക്കുക. പ്രസന്റ്ലി നമ്മൾ വർക്കിംഗ് ആണ് എങ്കിൽ എത്ര ടൈം നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് വേണ്ടി വരും. പിന്നെ ഡിസൈഡ് ലൊക്കേഷൻ, അതായത് ജോബ് ലൊക്കേഷൻ വരുന്നത് അയർലൻഡ് ആണ് അല്ലെങ്കിൽ ഡബ്ലിൻ ആണ്. സോ അവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള നമ്മുടെ ഇയർലി സാലറി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ഡിസൈഡ് ഏർലി സാലറി, നിങ്ങൾ എത്ര ആണ് ഇയർലി സാലറി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ വർക്ക് എൻവയോൺമെന്റ് ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക, ലൈക്ക് ഓൺ സൈറ്റ് ഫുൾ ടൈം ആണോ ഹൈബ്രിഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വർക്കിംഗ് പ്രിഫറൻസ് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ളത് നോക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ആർ യു ഫ്ലുവന്റ് ഇൻ എനി ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോയിട്ട് ഏതെങ്കിലും ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഫ്ലുവൻസി ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു CV കേട്ടോ, കറണ്ട് ആയിട്ടുള്ള ഒരു CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറണ്ട് ആയിട്ടുള്ള ഒരു CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ്, നമ്മുടെ കൺട്രി കോഡ് അറിയാമല്ലോ, 91 ആണ് +91 ആണ്. സോ ഈ കൺട്രി കോഡ് വെച്ചിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൂടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. സോ ഈ രീതിയിലാണ് നമുക്ക് CPL വെബ്സൈറ്റ് വഴി ഈ അയർലൻഡിലേക്കുള്ള പീഡിയാട്രിക് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പ്യൂർലി ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ്. നമുക്കല്ലാതെ വേറെ ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ച്, അതിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് വേറെ കാര്യങ്ങളും അറിയില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.